ധോണി വാട്ടർഫാൾസ് പാലക്കാട് ജില്ലയിൽ തന്നെ ഉള്ള ഒരു വാട്ടർഫാൾസാണ്. പാലക്കാട് ടൗണിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ നമുക്ക് ധോണിയിലെത്താം. ഈ ധോണി വാട്ടർഫാൾസിൽ കുറച്ച് ദൂരം നമുക്ക് 4 കിലോമീറ്റർ നടന്നാലാണ് ഈ വാട്ടർഫാൾസ് എത്തുന്നത്. അതുകൊണ്ട് അതിന് നടക്കാൻ താല്പര്യമുള്ളവർ മാത്രം, നടക്കാൻ കഴിയുന്നവർ മാത്രം ഇങ്ങോട്ട് പോകുക. 4 കിലോമീറ്റർ അങ്ങോട്ടേക്കും 4 കിലോമീറ്റർ തിരിച്ചും നടക്കണം. അതായത് 8 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ നടക്കാനുണ്ട്. നടക്കാന്ന് പറഞ്ഞാൽ വേറെ ഓപ്ഷനൊന്നുമില്ല. അത് പക്ഷേ നല്ല രസകരമായിട്ടുള്ള യാത്രയാണ്. കാടും ഇതൊക്കെ മൃഗങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരു മൃഗവും അവിടെ ഇല്ല. ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ടെങ്കിലും ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. അവിടെ ഇപ്പോൾ ആനയുണ്ട്, പുലിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പോയ സമയത്തൊന്നും കാണാൻ പറ്റിയില്ല. ഓക്കെ, നമുക്കിവിടെ രാവിലെ 10:30-ക്കും ഉച്ചയ്ക്ക് ശേഷം 1:30-ക്കും അങ്ങനെ 2 ബാച്ചായിട്ടാണ് ഇവിടെ കടത്തി വിടുന്നത്. രാവിലെ 10:30-ക്ക് ഒരു ബാച്ച്. ഈ 10:30-ക്കുള്ള ബാച്ച് നമ്മൾ ഈ വാട്ടർഫാൾസ് എത്തുന്നതിന് 1.5 മണിക്കൂർ എടുക്കും. അതായത് നമ്മൾ 10:30-ക്ക് സോഫ്റ്റ് ട്രക്കിങ്ങിന് വേണമെങ്കിൽ പറയാം. ട്രക്കിംഗ് കഴിഞ്ഞ് വാട്ടർഫാൾസ് എത്തുമ്പോൾ ഏകദേശം 12 മണി തന്നെ ആവുന്നുണ്ട്. നല്ലപോലെ നടക്കാനുണ്ട്. ചിലരൊക്കെ നടക്കുന്നതിന് വരെ ഓടി വല്ലാതെ ക്ഷീണിച്ചിട്ടൊക്കെ എൻ്റെ മുന്നിലിരിപ്പുണ്ടായിരുന്നു കേട്ടോ. നടക്കുന്ന ഈ പോണ വഴിയിൽ ഇതുപോലെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നത് ഈ പാറക്കൂട്ടങ്ങളൊക്കെ കാണാം. പിന്നെ ചെറിയ രീതിയിൽ അട്ടപ്പം അവിടെ ഉണ്ട് കേട്ടോ. എനിക്ക് നല്ലൊരു കടി കിട്ടി, അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. നല്ലപോലെ എന്ന് പറഞ്ഞാൽ ഓടാതെയൊക്കെ പോവുക, മെല്ലെ മെല്ലെ നടന്ന് പോവുക. ഓക്കെ, എല്ലാം നടന്നു കഴിഞ്ഞാലും ഒരു 1.5 മണിക്കൂർ ഇതുണ്ട്. പിന്നെ 120 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീസ്. 100 അവിടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, ക്യാഷ് എടുക്കില്ല. പോകുന്ന സമയത്ത് നമ്മളുടെ ഫുള്ളായിട്ട് അഡ്രസ്സ് കൊടുക്കണം. എത്ര ആളോ പോകുന്നത്, ടോട്ടൽ നമ്പർ, ഏതെങ്കിലും ഒരാളുടെ ആധാർ കാർഡ്, ഏതെങ്കിലും ഒരു ID കയ്യിൽ വെച്ചിരിക്കണം. 120 രൂപയാണ് ഒരാൾക്കുള്ള ഫീസ്, എൻട്രി ഫീസ് വരുന്നത്. നമ്മളുടെ കൂടെ ഒരു ഗൈഡ് അതുവരെ വാട്ടർഫാൾസ് വരെ കാണിക്കാൻ വേണ്ടി ആൾ വരുന്നുണ്ട്. തിരിച്ച് നിങ്ങൾ തിരിച്ച് തനിയെ നടക്കുകയെന്ന് വേണമെന്ന് പറഞ്ഞത്. തിരിച്ചു വരുമ്പോൾ നമ്മൾ തനിയെ അങ്ങോട്ട് പോയ വഴി കൂടി തന്നെ തിരിച്ചു വരെ വഴിയുള്ളൂ. തിരിച്ചു വരാൻ ആ വഴി തന്നെയാണ് ഉള്ളത്. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇടയിലൊക്കെ ഷോർട്ട് കട്ടൊക്കെ ഉപയോഗിച്ചു. കാരണം 4 കിലോമീറ്റർ എങ്കിലും കുറച്ച് ദൂരമെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇടയിൽ കൂടി ഇറങ്ങാനുള്ള അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇടയിൽ കൂടി നമുക്ക് ഇറങ്ങി വരാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ ഈ പോകുന്നവർ ചെറിയ എടുത്തുകൊണ്ട് പോകുന്ന കുട്ടികളെ ഒന്നും എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഇത്രയും ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഈ കുട്ടികളെ എടുത്ത് നടക്കുന്നതൊന്നും അത്ര പ്രാക്ടിക്കലല്ല. കാരണം കയറ്റമാണ്, ഫുള്ളായിട്ട് കയറ്റമാണ് കേട്ടോ. അങ്ങോട്ട് ഈ വാട്ടർഫാൾസ് വരെ ഇറക്കമല്ല, കയറ്റമാണ്. ഇതുപോലത്തെ ഈ റോഡെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ചരൽക്കല്ല് ഇത് മെറ്റൽ ചെയ്ത റോഡാണ്. അല്ലാണ്ട് അവിടെ ടാർ റോഡൊന്നുമില്ല, വാഹന സൗകര്യങ്ങളൊന്നുമില്ല. ഗാർഡ് പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവിടെ ആനയെ കാണാൻ പറ്റും. അന്ന് ഞാൻ പോയ ദിവസം നല്ല മഴയായിരുന്നു. നല്ല മഴ പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക്, പ്രത്യേകിച്ച് ഈ മൺസൂൺ സമയമായതുകൊണ്ട് കാട്ടിനകത്തേക്ക് മഴ ബാക്കിയുള്ളവരിൽ വെച്ച് കൂടുതൽ കിട്ടുമല്ലോ. അതെന്തായാലും ഒരു നല്ല വൈബായിരുന്നു കേട്ടോ. ഈ മഴയത്ത് കാട്ടിൻ്റെ ഉള്ളിൽ കൂടി നടക്കുന്നത് എൻ്റെ ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. ഒരുവിധം നല്ല രീതിയിലുള്ള മഴ ആ കാട്ടിനകത്ത് കൂടി നടത്തും. പിന്നെ ഈ അത്യാവശ്യം ചീവീടിൻ്റെ സൗണ്ട്, വേറെ പ്രത്യേക ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ രാവിലെ അങ്ങോട്ട് നടക്കുമ്പോൾ ഒരു പക്ഷിയുടെ സൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. തിരിച്ചു വരുമ്പോൾ മാത്രമാണ് ഈ പക്ഷിയുടെ സൗണ്ടൊക്കെ ഇതായിരുന്നു. ഈ കാണുന്നത് നമ്മൾ ഏകദേശം 11-11:30 ആയപ്പോഴാണ്. അപ്പോൾ ഈ കാണുന്ന സ്ഥലം നമ്മൾ 2 കിലോമീറ്ററോളം എത്തുമ്പോഴാണ് ഇവിടെ ഈ സ്ഥലത്തെത്തുന്നത്. പിന്നെ ഇവിടുന്ന് 2 കിലോമീറ്റർ കൂടി നടന്നാലാണ് വാട്ടർഫാൾസ് ഇപ്പോൾ വല്ലാതെ ഗംഭീരമൊന്നുമല്ല, എങ്കിലും ചെറിയ രീതിയിൽ വാട്ടർഫാൾസ്, ചെറിയ രീതിയിലല്ല, ഒരുവിധം വാട്ടർഫാൾസ് ആയിട്ടുണ്ട്. അവിടെ പല ഭാഗത്തും ബാരിക്കേഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായത് 1-2 ആക്സിഡൻറ്റുകൾ. അത് ആളുകൾ ഇറങ്ങണ്ട പറഞ്ഞാലും ബാരിക്കേഡ് ചെയ്ത് വെച്ചാലും അതിൻ്റെ അപ്പുറത്തുകൂടി ഇറങ്ങി 1-2 ആൾക്കാർ അവിടെ പെട്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. 1-2 ആക്സിഡൻറ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഗാർഡ് പറയുന്നതും ബാരിക്കേഡിൻ്റെ അപ്പുറത്തേക്കൊക്കെ കടക്കാതെ മാക്സിമം ശ്രദ്ധിക്കുക. ഇവിടെ പിന്നെ കാര്യമായിട്ട് കാണാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു 3 മണിക്കൂർ നമുക്ക് ഈ കാട്ടിനുള്ളിൽ കൂടി നടക്കാം എന്നതാണ് അതിൻ്റെ കാര്യമായിട്ടുള്ള പ്രത്യേകത. വേറെ അവിടെ ഈ വാട്ടർഫാൾസ് വരെ ഈ ട്രക്കിംഗ്, ഒരു സോഫ്റ്റ് ട്രക്കിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതാണ് അവിടെ കാര്യമായിട്ടുള്ളത് കേട്ടോ. ഇത് ഇതുപോലെ കുറേ മരങ്ങൾ, ടീക്ക് പ്ലാന്റേഷൻ എന്നൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ കാര്യമായിട്ട് ടീക്കൊന്നും അവിടെ കണ്ടില്ല. വല്ലവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ടീക്ക്, ആ തുടക്കത്തിൽ മാത്രം കുറച്ച് ടീക്ക് പ്ലാന്റേഷൻസ് ഉണ്ടായിരുന്നു, വേറൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല.
പിന്നെ പല ഭാഗത്തും അവിടെ കാട്ടുപോത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ ചിത്രങ്ങൾ മാത്രം വെച്ചിട്ടുണ്ട്. ഈ സ്ഥലം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 750 മീറ്റർ കൂടി പോയാലാണ് വാട്ടർഫാൾസ് എത്തുന്നത് കേട്ടോ. ഇവിടെ അത് കാട്ടിനകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബാരിക്കേഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളോട് ഗാർഡ് പറഞ്ഞത് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇത് കുറച്ച് പാരലായിട്ടുള്ള സ്ഥലമാണ്, അവിടെ ചിലപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് അവിടെ മഴയുണ്ടായിരുന്നു. അപ്പം ആനയെ കാണാനുള്ള സാധ്യത ഇവിടെ ഉണ്ടാവുന്ന പറഞ്ഞത്. ഇനി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇവർ ഗാർഡ് നമ്മുടെ കൂടെ ഒരിക്കലും തിരിച്ചു വരില്ല, അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ അതിലൂടെ കിടക്കുക നമുക്ക് ഈ സ്ഥലങ്ങളിലെത്തുമ്പോൾ മാത്രം. കാരണം ബാക്കി കുത്തിനുള്ള ഭാഗങ്ങളിൽ ആന ഉണ്ടാവില്ല എന്ന് ഗാർഡ് പറയണോ എനിക്കറിയില്ല. നമ്മളിവിടെ എത്തുമ്പോഴാണ് അത് ആന ഉണ്ടാവാൻ സാധ്യത എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ എത്തുമ്പോൾ തന്നെ ആ വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും കേട്ടോ. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് ഇവിടെ എത്തുമ്പോൾ തന്നെ കേൾക്കാൻ പറ്റും. ഇവിടെ കാട്ടുപോത്തിൻ്റെയൊക്കെ പടം വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ലോക്കൽസ് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ പുലിയെ കണ്ടിട്ടുണ്ടായിരുന്നു, ആനയെ കണ്ടിട്ടുണ്ടായിരുന്നു ഒക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എത്തുമ്പോഴേക്കും തന്നെ നമുക്ക് ഏകദേശം നല്ല രീതിയിൽ തന്നെ ക്ഷീണമാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും 1.5 മണിക്കൂർ കറക്റ്റായിട്ട് നടന്നാൽ ഇവിടെ എത്തുള്ളൂ. 1.5 മണിക്കൂർ നല്ലപോലെ നടക്കാനുണ്ട്. പിന്നെ കഴിയുന്ന നല്ല രീതിയിലുള്ള കവറിങ് ആയിട്ടുള്ള ചെരുപ്പോ ഷൂസൊക്കെ ഇട്ടതിന് ശേഷം നടക്കാൻ നോക്കുക. ചില ആൾക്കാർക്കൊക്കെ ഇടയിൽ കൂടിയൊക്കെ വഴിയുണ്ട്, വേണമെങ്കിൽ നമുക്ക് അതിലേക്ക് വരാം കേട്ടോ. ഇവിടെ അടുത്താണ് നമ്മുടെ സ്റ്റാർട്ടിങ് വാട്ടർഫാൾസ് കേട്ടോ. ഇവിടെ ഒരു ബാരിക്കേഡ് ഉണ്ട്, അതവിടെ ചോദിച്ചപ്പോൾ ഗാർഡ് പറഞ്ഞത് അതൊക്കെ ആന ചവിട്ടി പൊട്ടിച്ചു എന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടേക്കൊന്നും ഇറങ്ങാനോ കുളിക്കാനോ ഒന്നും കഴിയില്ല. ഇവിടെ നമുക്ക് ജസ്റ്റ് ഇവിടെ ബാരിക്കേഡ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയും. ഇവിടെ നമ്മൾ പോവുക, ഇത് കാണുക, വെള്ളം ഒഴുകുന്നത് ഈ വാട്ടർഫാൾ കാണുക, തിരിച്ചു വരാത്തുള്ളത്. അവിടെ മഴയും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അന്ന് നല്ല മഴയുണ്ടായിരുന്നു. ഞാൻ പോയ ദിവസം ഞായറാഴ്ചയായിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു. ഈ ബാരിക്കേഡെല്ലാം ആന ചവിട്ടി പൊട്ടിച്ചെന്ന് പറഞ്ഞത്. ഇത് കുറച്ച് ഇറങ്ങാനാണ്. അത് കഴിഞ്ഞ് നമുക്കിവിടെ ഇതിൻ്റെ കുറച്ചുകൂടി മുകളിലേക്കാണ്. ഇത് വാട്ടർഫാൾസിൻ്റെ മുകളിലേക്ക് വന്നാൽ ഇവിടെ ഇതുപോലെ ഇവിടുന്നാണ് ഇത് താഴേക്ക് വരുന്നത് കേട്ടോ. കുറച്ചൊരു 5 മിനിറ്റ് കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്കത് എവിടെ ഇറങ്ങി വേണമെന്നുള്ളവർക്ക് ഇവിടെ ഈ സ്ഥലങ്ങളിൽ ഇറങ്ങുക കുളിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ അവിടെ ഈ ബാരിക്കേഡിൻ്റെ താഴേക്ക് ഇറങ്ങരുത്. അതുപോലെ മുകളിലും ഒരു ബാരിക്കേഡ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നിന്നിട്ട് നമുക്കിത് ഈ ആളുകളൊക്കെ നിൽക്കുന്ന പോലെ അവിടെ ആളുകൾ കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ചില സ്ഥലങ്ങളിൽ ആളുകൾ കുളിക്കുന്നുണ്ട്, ധൈര്യക്കുന്നൊക്കെ കണ്ടില്ല. പക്ഷെ അവിടെ ബാരിക്കേഡ് ചെയ്തിട്ട് അവൻ്റെ അപ്പുറത്തേക്ക് പോകരുത് പറഞ്ഞിട്ടും ചില ആളുകളൊക്കെ അതവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഗാർഡൊക്കെ വന്നിട്ട് അവിടെ ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കഴിയുന്നതും അവർ ഗാർഡ് പറയുന്നതൊക്കെ ഒന്ന് കേൾക്കുക. ഇവിടെ വീഴൊക്കെ ചെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വെള്ളം അത്രത്തോളം ഇല്ല, എങ്കിലും എന്തെങ്കിലും സംഭവിച്ചാലോ ഇപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ കഴിയുന്നത് ഇത്തരം സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഗാർഡ് പറയുന്നതൊക്കെ കേൾക്കാൻ നോക്കുക, ശ്രദ്ധിക്കുക കേട്ടോ. ഇതാണ് അതിൻ്റെ ലാസ്റ്റ് നമുക്ക് പോകാൻ കഴിയുന്നത്. ഇതുവരെ നമുക്ക് പോകാൻ കഴിയുള്ളൂ. നേരത്തെ എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പണ്ടപ്പോഴൊക്കെ പോയത് കുറച്ചുകൂടി മുകളിലൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും വിടുന്നില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ 1-2 ആക്സിഡൻ്റൊക്കെ ഉണ്ടായതിനു ശേഷം ആരെയും അങ്ങോട്ടേക്കൊന്നും വിടുന്നില്ല അവർ. അപ്പോൾ ഇതുവരെ പോകാൻ പറ്റുള്ളൂ. ഇവിടത്തോടു കൂടി നമ്മുടെ ട്രക്കിങ് കഴിഞ്ഞു. പിന്നെ വീണ്ടും തിരിച്ച് നമുക്ക് 4 കിലോമീറ്റർ തിരിച്ച് അങ്ങോട്ടേക്ക് നടക്കണം. അത് ഞാൻ പറഞ്ഞത് ഒരു 3 മണിക്കൂർ നല്ലപോലെ നടക്കാനുണ്ട്. 3 മണിക്കൂർ ചിലപ്പോൾ കൂടുതലാകും കേട്ടോ. കാരണം 4 കിലോമീറ്ററാണ് ഒരു ഭാഗത്തേക്ക് നമുക്ക് എത്താൻ. 4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ല കയറ്റമാണ്, മോശമൊന്നുമില്ല, നല്ല രീതിയിൽ കയറ്റം മാത്രമാണ് ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വീണ്ടും 4 കിലോമീറ്റർ കൂടി തിരിച്ചു പോയാലാണ് നമുക്ക് അവിടെ വീണ്ടും ഗേറ്റ് എത്താൻ പറ്റും. ഇവിടെ തിങ്കളാഴ്ച ഹോളിഡേ ആണ്. അതുപോലെ രാവിലെ 10:30-ക്കും 1:30-ക്കും 2 ബാച്ച് മാത്രമേ ഉള്ളൂ. ഈ 2 ബാച്ച് ഇപ്പോൾ 10:30-ക്ക് അത് നമുക്ക് വേറെ വണ്ടിയൊന്നുമില്ല, നടന്ന് തന്നെ പോകാനുള്ള വഴിയേ ഉള്ളൂ കേട്ടോ. ഡിജിറ്റൽ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു ആധാറോ എന്തെങ്കിലും ഒന്ന് കയ്യിൽ വയ്ക്കുക. നമുക്ക് അവിടെ അഡ്രസ് പ്രൂഫ് അവർക്ക് കാണിച്ചു കൊടുക്കണം. നമ്മൾ നടന്നാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് എഴുതി ഒപ്പിട്ട് കൊടുക്കുകയും വേണം അവിടെ കേട്ടോ. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് ഇവിടെ ധോണിയിൽ കാണാനുള്ളത്. ഏറ്റവും കൂടുതൽ നല്ല ഒരു താല്പര്യം തോന്നുന്നത് ആ ഒരു 4 കിലോമീറ്റർ 8 കിലോമീറ്റർ നമുക്ക് ഈ കാടിൻ്റെ അകത്ത് കൂടെയുള്ള ട്രക്കിംഗ്, സോഫ്റ്റ് ട്രക്കിംഗ് വേണമെങ്കിൽ പറയാം. ആ ട്രക്കിംഗ് മാത്രമാണ് കാര്യമായിട്ടുള്ളത്. പിന്നെ ആനയൊക്കെ കാണാൻ ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. അത് ഭാഗ്യമാണോ ദൗർഭാഗ്യമെന്ന് പിന്നെ അറിയാം. ചിലർക്കൊക്കെ കാണാൻ പറ്റിയെന്ന് പറയുന്നുണ്ട്, അറിയില്ല. ഓക്കെ, ഞാൻ പോയത് പിന്നെ ഇവരെ കഴിയുന്നത് 10:30-ക്കും 1:30-ക്കൊക്കെ എന്നുള്ളതുകൊണ്ട് പൊതുവെ ഈ ആ സമയത്ത് മൃഗങ്ങൾ കാണുന്നത് കുറവല്ലേ, അതുകൊണ്ടായിരിക്കാം. പക്ഷെ ചിലപ്പോഴും അവർ പറയുന്നുണ്ടായിരുന്നു, ഗാർഡ് പറയുന്നുണ്ട് ചിലപ്പോൾ കാണാൻ പറ്റും.
ഇതാ താഴേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്സ് ആയിരുന്നു കേട്ടോ, നമ്മുടെ വാട്ടർഫാൾസിൻ്റെ താഴേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്സ് ആയിരുന്നു അത്. അവിടെ വരെ നമുക്ക് ആ ബാരിക്കേഡ് ഇട്ടത് വരെ ഇത് നമ്മൾ തിരിച്ച് നടക്കുന്നത് തന്നെയാണ്. തിരിച്ച് അപ്പോൾ നമ്മൾ കഴിയുന്നതും ആ റോഡൊക്കെ ഒഴിവാക്കിയിട്ട് ഇടയിലിടയിൽ ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ടാണ് ചില ഭാഗങ്ങളിലൊക്കെ ഇറങ്ങി വരാം. കുറച്ച് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചിലപ്പോൾ വഴിക്ക് വീഴാതെയൊക്കെ നോക്കുക, കാരണം നല്ല വഴുക്കലുണ്ട്, മഴയൊക്കെ പെയ്ത കാരണം വഴുക്കലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇറങ്ങിയാൽ നമുക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഒന്ന് ദൂരം കുറച്ച് വരാൻ പറ്റും. ചിലപ്പോൾ 4 കിലോമീറ്റർ എന്നുള്ളത് 1 കിലോമീറ്ററൊക്കെ കുറയ്ക്കാൻ പറ്റും തോന്നുന്നു. അങ്ങനെ നല്ല മഴയായിരുന്നു. അപ്പോൾ എല്ലാവരും കോട്ടും ഇതൊക്കെ ഇട്ടിട്ട് ചില സമയത്ത് അതുപോലത്തെ ചില വ്യൂസൊക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ്. ഇത്രയൊക്കെയാണ് ധോണിയിലുള്ളത്. ഒരു 4 മണിക്ക് ഒരു 8 കിലോമീറ്റർ കാട്ടിനകത്തുകൂടിയുള്ള ഒരു യാത്ര എന്നുള്ളതാണ് ധോണിയിൽ ഏറ്റവും കൂടുതൽ താല്പര്യമായിട്ട് തോന്നിയത്. പിന്നെ വാട്ടർഫാൾസ് കാണണമെന്നുണ്ടെങ്കിൽ 4 കിലോമീറ്റർ നടക്കണം. അപ്പോൾ കഴിയുന്നതും നടക്കാൻ കഴിയുന്നവർ മാത്രം അങ്ങോട്ട് പോകാൻ ശ്രമിക്കുക. പിന്നെ ഡിജിറ്റൽ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ആധാർ കാർഡോ എന്തെങ്കിലും അഡ്രസ് പ്രൂഫോ എന്തെങ്കിലും ഒന്ന് കയ്യിൽ വയ്ക്കുക. 10:30-ക്കും 1:30-ക്കും 2 ബാച്ച് മാത്രമേ ഉള്ളൂ. തിങ്കളാഴ്ച ഹോളിഡേ ആണ്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോകൾ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വില്ലേജർ @villager6 എന്നുള്ള എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇത് തിരിച്ച് അവിടെ ഒരു ആനകളൊക്കെ മെരുക്കുന്ന ആ ഒരു ഇതാണ് കേട്ടോ കാണുന്നത്. അതിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ അവർ സമ്മതിച്ചില്ല. അവിടെയൊക്കെ ബാരിക്കേഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു.